നമസ്കാരം. രാമായണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ വാൽമീകി മഹർഷി ഈ ഒരു കാവ്യം രചിക്കാൻ ഉത്തമനായ ഒരു നായകനെ കണ്ടെത്താൻ വേണ്ടി നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. ഇത് രാമായണത്തിൽ തന്നെ കൃത്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. രാമായണം എന്നതിന് രാമസ്യ അയനം എന്നാണ് അർത്ഥം. രാമൻ്റെ യാത്ര. ആ യാത്ര എന്നുള്ളത് നമുക്ക് ഒരുപാട് വ്യാഖ്യാനിക്കാം. എന്നാൽ രാമസ്യ അയനം എന്ന പോലെ തന്നെ രാമായ അയനം എന്നും വ്യാഖ്യാനിക്കാം എന്ന് പണ്ഡിതന്മാർ പറയുന്നു. കാവ്യം രാമായണം കൃഷ്ണം സീതായാശ്ചരിതം മഹത് എന്ന് പറയാറുണ്ടല്ലോ. രാമായണ കാവ്യം മുഴുവൻ തന്നെ സീതയുടെ ചരിതമാണ് മഹത്തരമായി നിൽക്കുന്നത്. വാൽമീകി രാമായണം രചിക്കുന്നതിന് മുൻപേ നല്ലൊരു തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. തനിക്ക് ഉചിതനായിട്ടുള്ള ലോകത്തിന് മാതൃകയായി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു നായകനെ തേടി നടക്കുകയായിരുന്നു. അത്തരത്തിലുള്ള ഒരു മനുഷ്യനെ പറ്റിയിട്ട് അറിവ് തരാൻ വേണ്ടിയിട്ട് പ്രാപ്തനായ അറിവുള്ള ഒരാളെ തേടുകയാണ്. അത്തരത്തിലുള്ള മനുഷ്യനെക്കുറിച്ചുള്ള അറിവ് പ്രദാനം ചെയ്യാൻ ഏറ്റവും പ്രാപ്തനായ ആൾ നാരദനാണ് എന്ന് വാൽമീകി തിരിച്ചറിയുന്നു. നാരദൻ നരനെക്കുറിച്ചുള്ള അറിവ് ദാനം ചെയ്യാൻ പറ്റിയ ആളാണ്. അതാണ് നാരദൻ. നാരം എന്ന് പറഞ്ഞാൽ നരനെക്കുറിച്ചുള്ള അറിവ്, അത് ദാനം ചെയ്യാൻ പറ്റിയ ആൾ എന്നുള്ളതാണ്. അപ്പോൾ നാരദനെ പോയി കണ്ടിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, തനിക്ക് ഉത്തമനായിട്ടുള്ള ഒരു മനുഷ്യനെ കാണിച്ചു തരണം. അപ്പോൾ അതിന് മറുപടിയായി നാരദൻ ഈ ശ്രീരാമനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത്രയും ഉത്തമനായ മനുഷ്യനെ കണ്ടെത്താൻ പ്രയാസമാണ്. നിനക്ക് ഇപ്പോൾ ഈ ഇക്ഷ്വാകു വംശത്തിലെ രാജാവായ ശ്രീരാമനെ സമാശ്രയിച്ചാലും എന്ന് പറയുകയാണ്. അതിനുശേഷം ഈ കാര്യങ്ങൾ കിട്ടിയ ശേഷം അദ്ദേഹം പിന്നീട് തമസാ നദീ തീരത്ത് തമസാ നദിയിലേക്ക് കുളിക്കാൻ വേണ്ടി ശിഷ്യനോടൊപ്പം പോകുന്നു. അങ്ങനെ ശിഷ്യനോട് വൽക്കലം വാങ്ങിയിട്ട് അവിടെ തമസാ നദിയിൽ മുങ്ങി കുളിക്കാൻ വേണ്ടി ശ്രമിക്കവേ ആ കാനന ഭംഗി ആസ്വദിച്ച് നിൽക്കുന്നു. അവിടെ മനോഹരമായ ശബ്ദം പൊഴിച്ചുകൊണ്ട്, ചെറിയ ശബ്ദം പൊഴിച്ചുകൊണ്ട് നിൽക്കുന്ന രണ്ട് കിളികളെ കാണുന്നു, ക്രൗഞ്ചമിഥുനങ്ങളെ കാണുന്നു. അവയുടെ ആ സംഗീതത്തിൽ ലയിച്ച് ആസ്വദിച്ച് നിൽക്കവേ പെട്ടെന്ന് അതിലൊരു കിളി അമ്പുകൊണ്ട് പെട്ടഞ്ഞു വീഴുന്നത് കാണുന്നു. അപ്പോൾ ഒരു വനവേടൻ ആ കിളിയെ, ആൺകിളിയെ അമ്പെയ്ത് വീഴ്ത്തിയിരിക്കുകയാണ്. അത് താഴെ മണ്ണിൽ കിടക്കുന്നത് കണ്ട് പെൺകിളി ദുഃഖിക്കുന്നത് മുനിയെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ആ കാട്ടാളന് സ്ഥിരപ്രതിഷ്ഠ കിട്ടാതെ പോകട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ ശോകത്തിൽ നിന്ന് ശ്ലോകമായിട്ട് പുറത്തേക്ക് വരുന്നു. പിന്നീട് മുഴുവൻ ഈ ഋഷിയെ വല്ലാതെ അലട്ടുന്നു. തിരിച്ച് കുളി കഴിഞ്ഞ് ആശ്രമത്തിലേക്ക് എത്തിയിട്ടും ഈ ചിന്തയും ഈ പ്രയാസങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നില്ല. അദ്ദേഹം ആ സമയത്ത് സ്വയം ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഈ ചൊല്ലിയത് വളരെ കൃത്യമായിട്ട് അക്ഷരങ്ങൾ കൃത്യമായിട്ടുള്ള തന്ത്രീലയ സമന്വിതമായിട്ടുള്ള ഇത് കവിതയല്ലാതെ മറ്റൊന്നുമല്ല, ഇത് ശ്ലോകമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പിന്നെ വിചാരിക്കുന്നുണ്ട്, ഇത് ശ്ലോകമല്ലാതെ മറ്റൊന്നല്ലാതാവട്ടെ, അതായത് ഇതൊരു ശാപമല്ലാതാവട്ടെ എന്നും മഹർഷി വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അസ്വസ്ഥനായ മഹർഷി അതിനുശേഷം മുഴുവൻ അദ്ദേഹത്തിന് ഈ ശ്ലോകം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, താൻ തന്നെ നിർമ്മിച്ച ഈ ശ്ലോകം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വരികയാണ്. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഈ മഹർഷി ശ്രേഷ്ഠൻ്റെ മുമ്പിലേക്ക് പെട്ടെന്ന് സാക്ഷാൽ മഹാദേവനായിട്ടുള്ള ബ്രഹ്മദേവൻ അവിടെ എത്തിച്ചേരുകയാണ്. ദേവാധിദേവനായിട്ടുള്ള പ്രജാപതിയായിട്ടുള്ള പ്രപിതാമഹനായിട്ടുള്ള ബ്രഹ്മദേവൻ അവിടെ എത്തുന്നു. വാൽമീകിയോട് ഈ കവിത എഴുതാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ കൃത്യമായിട്ട് നാരദൻ പറഞ്ഞു തന്ന ആ കാര്യം ഞാൻ തന്നെയാണ് നാരദന് വിവരം കൊടുത്തത്. അത് സരസ്വതി ദേവി അനുഗ്രഹിക്കുന്നുണ്ട്, അതും എൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ബ്രഹ്മദേവൻ വാൽമീകിയോട് പറയുന്നു. ഈ കവിത എഴുതാൻ വേണ്ടിയിട്ട്, ലോകത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ട്, ശ്രീരാമൻ്റെ പൂർണ്ണമായിട്ടുള്ള കഥ എഴുതാൻ വേണ്ടിയിട്ട് ബ്രഹ്മദേവൻ വാൽമീകിയോട് ആവശ്യപ്പെടുന്നു. പിന്നീട് ബ്രഹ്മദേവൻ്റെ കൽപ്പനപ്രകാരം വാൽമീകി മഹർഷി അവിടെ കിഴക്കോട്ട് തലയായി വെച്ചിട്ടുള്ള ദർഭ പുല്ലുകളിൽ ധ്യാനനിമഗ്നനായിട്ടിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ശ്രീരാമൻ്റെ
പൂർണ്ണമായ കഥകൾ ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു ധ്യാനത്തിൽ നിന്നാണ് വാൽമീകി ആ കഥകൾ മുഴുവൻ തൻ്റെ മനസ്സിൽ കണ്ടറിയുന്നത്. എല്ലാം കാണാൻ പ്രയാസമുള്ള മുഴുവൻ സംഭവങ്ങളും, ശ്രീരാമൻ്റെ കഥ മുഴുവൻ അദ്ദേഹത്തിന് കരതലാമലകം പോലെ, അല്ലേ, ആ പാണിയിലുള്ള ആമലകം പോലെ, ഉള്ളം കൈയിലുള്ള നെല്ലിക്ക പോലെ പൂർണ്ണമായിട്ടും അത് കാണാൻ സാധിക്കുന്നു. അത് മുഴുവൻ അദ്ദേഹം മനസ്സിൽ നിന്ന് കൃത്യമായിട്ട് ചിട്ടപ്പെടുത്തി വയ്ക്കുന്നു. അതിനുശേഷം നടക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയിട്ടും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യവും ഈ വാൽമീകി മഹർഷിക്ക് അറിയാൻ സാധിക്കുന്നു. അപ്പോൾ അതാണ് ഈ രാമായണ രചനയുടെ ആദ്യ ഭാഗം. ഈ ഉത്തമനായ ഒരു നായകനെ തന്നെയാണ് വാൽമീകി തേടിയത്. അതുകൊണ്ടാണ് വാൽമീകി പിന്നീട് ഈ കാവ്യത്തിൽ പ്രതിപക്ഷത്തുള്ള അല്ലെങ്കിൽ ശത്രുപക്ഷത്തുള്ള മാരീചനെ കൊണ്ടുപോലും ശ്രീരാമനെക്കുറിച്ച് വാൽമീകി പറയിക്കുന്നത് വാൽമീകിയുടെ അഭിപ്രായമാണ്. വാൽമീകി പറയുന്നുണ്ട്, രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ്. രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ്. ഇത് രാവണനോട് മാരീചൻ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ്. രാമൻ അങ്ങനെയാണ്, മാരീചൻ രാവണനോട് പറയുന്നു. ഇത് ലോകത്തോട് വാൽമീകി മഹർഷിക്ക് പറയാനുള്ള കാര്യം ആണ്. അപ്പോൾ ഈ ഒരു താൻ തേടിയ ആ നായകനെ പറ്റി വാൽമീകി നാരദനോട് ആദ്യമേ ചോദിക്കുന്നുണ്ട്. കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവൻ കശ്ച വീര്യവൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രത ചരിത്രേണ ച കോ യുക്ത സർവഭൂതേഷു കോഹിത വിദ്വാൻ കസമർത്ഥശ്ച കശ്ചൈക പ്രിയദർശന ആത്മവൻ കോ ജിതക്രോധോ ദ്യുതിമൻ കോ അനസൂയക കസ്യ ബിഭ്യതി ദേവശ്ച ജാതരോഷസ്യ സംയുഗേ ഏതദിച്ഛാമ്യഹം ശ്രോതും പരം കൗതൂഹലം ഹി മേ മഹർഷേ ത്വം സമർത്ഥോസി ജ്ഞാതുമേവം വിധം നരം. കൃത്യമായിട്ട് പറയാണ്, ഇത് തനിക്ക് കൗതൂഹലം ഉണ്ടാക്കുന്നതാണ്, തനിക്ക് സന്തോഷം ഉണ്ടാക്കുന്നതാണ്. ആ തരത്തിലുള്ള ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഈ നരനെക്കുറിച്ചിട്ട്, ഈ മനുഷ്യനെ, ഇപ്രകാരമുള്ളൊരു മനുഷ്യനെക്കുറിച്ചിട്ട് അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. അത് പറയാൻ അങ്ങ് സമർത്ഥനാണ് എന്ന് പറയാണ്, അല്ലേ? ഇതാണ് പറയുന്നത്, ഈ ലോകത്തിൽ ഗുണവാനും വീര്യവാനും ധർമ്മജ്ഞനും കൃതജ്ഞനും സത്യവാക്കും ദൃഢവ്രതനും ചാരിത്രയുക്തനും എല്ലാവർക്കും ഹിതനും വിദ്വാനും സമർത്ഥനും ഏവർക്കും പ്രിയപ്പെട്ടവനും ആയ മഹാൻ ആരാണ്? ആത്മവാനും ക്രോധത്തെ ജയിച്ചവനും ദ്യുതിമാനും അനസൂയകനും യുദ്ധത്തിൽ കോപം പൂണ്ടു നിൽക്കെ ദേവന്മാർ കൂടി പേടിക്കുന്നവനും ആയ മഹാൻ ആരാണ്? ഇത് കേൾക്കാൻ, ഇതറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഏറെ കൗതൂഹലമുണ്ട് മഹർഷി. ഇപ്രകാരമുള്ള നരനാനെന്ന് അറിയിക്കാൻ അങ്ങ് സമർത്ഥനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നായകനെ തന്നെയാണ് വാൽമീകി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വാൽമീകി തുടർന്ന് അങ്ങോട്ടേക്ക് മനസ്സിൽ കണ്ട ആ രാമകഥയുടെ ചിത്രം നമുക്ക് പിന്നീട് നോക്കേണ്ടതുണ്ട്. നമസ്കാരം.